ഞാൻ ജെബീൻ തിങ്കൾ ടിപ്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് വെൽവെറ്റിൻ്റെ തുണിയിൽ നിന്നും നമുക്ക് ഒരു നല്ലൊരു റോസാപ്പൂക്കളും കുറേ റോസാപ്പൂക്കളും മുട്ടുകളും ഉണ്ടാക്കുന്ന ഒരു വീഡിയോയുമായിട്ടാണ്. നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, അതുപോലെ കമൻ്റ് എഴുതണം, പിന്നെ ഷെയർ ചെയ്യുക. ഓക്കെ, നമുക്ക് ഇതൊന്ന് കണ്ടാലോ. നമുക്ക് ഈ തുണിയൊന്ന് വെട്ടി ചതുരത്തിന് ഒരു പീസ് എടുക്കാം. നേരത്തെ ഞാൻ ഈ ഫ്ലവർ ഒരു റോസാപ്പൂ ഉണ്ടാക്കിയിരുന്നു. അതേ റോസാപ്പൂ തന്നെയാണ് ഇതിലും ചെയ്യുന്നത്. മടക്കിയിട്ട് നമുക്ക് സൂചിക്കൊന്ന് തുന്നിയെടുക്കാം. ഇതേ റോസാപ്പൂ ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ തുണിയുടെ റോസാപ്പൂ തുന്നി ചെയ്യുന്നത് ഞാൻ ഇട്ടിട്ടുണ്ട്. അതേ സെയിം റോസാപ്പൂ തന്നെയാണ്. നമ്മൾ വെൽവെറ്റിൻ്റെ തുണിയാണെന്നേ ഉള്ളൂ, തുണി മാത്രം വ്യത്യാസം. ഇതുപോലൊന്ന് തുന്നിയെടുക്കണം. നമ്മൾ മെഷീനിൽ തുന്നരുത്, പതിച്ചടിച്ചാൽ നമുക്ക് ഇതൾ രൂപത്തിൽ വരത്തില്ല. ഈ അരികിന് ഇവിടെ വരെ ഒന്ന് തുന്നിയെടുക്കണം, അന്നേരം ഇതുപോലെ കിട്ടും. ഇനി നമുക്കതൊന്ന് വെട്ടിയെടുക്കാം. ഇതുപോലെ ഞാൻ ചെയ്ത കുറേ ഇതളുണ്ട്, കാണിക്കാം. ഇതാണത്. ഇനി നമുക്ക് മുട്ട് ചെയ്യുന്ന വീഡിയോ ഒന്ന് കാണിക്കുമോ എന്ന് ഒരുപാട് പേര് ആവശ്യപ്പെടുന്നുണ്ട്. മുട്ട് ചെയ്യുന്നുണ്ട് ഇതിനകത്ത്, അത് ശ്രദ്ധിച്ചിരുന്നോണം. ഈ റോസാപ്പൂവിൻ്റെ മുട്ട് നമുക്ക് ഒരു തുണിയും കൂടെ വേണം മുട്ട് ചെയ്യാനായിട്ട്. ഇതുപോലെ ഇങ്ങനെ ഒരു തുണി കോണി വെക്കാം. ഒത്തിരി ചെറുതായിട്ടൊന്ന് മടക്കാൻ മതി, ഒത്തിരി നമ്മൾ മടക്കണ്ട. ഇങ്ങനെ ചെറുതായിട്ടൊന്ന് കമ്പി എടുത്ത് ഇതുപോലെ ഒന്ന് വളച്ച് മുട്ടിനകത്ത് കൊടുക്കാനായിട്ട് ഇങ്ങനെ ചരിച്ചിട്ട് ഇതിനകത്തോട്ട് വെച്ച് നമുക്ക് അങ്ങ് ചുരുട്ടിയെടുക്കാം. ചുരുട്ടിയെടുത്തതിന് ശേഷം ഇച്ചിരി വേസ്റ്റ് തുണി തന്നെ അതിനകത്തോട്ട് വെക്കാം. നമുക്കത് ചുറ്റിയെടുക്കാം. ഇതാണ് മുട്ട്, റോസാ മുട്ട്. ഇതുപോലത്തെ മുട്ട് ചെയ്യുന്ന വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. പിന്നെ ഒന്നുകൂടെ വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഇനി നമുക്ക് ആ റോസാപ്പൂ ഒന്ന് സെറ്റ് ചെയ്താലോ. റോസാപ്പൂ സെറ്റ് ചെയ്യാൻ നമ്മൾ ഇതുപോലൊരു മുട്ടെടുക്കുന്നുണ്ട്. മുട്ടിനകത്ത് നമുക്ക് ഈ മുട്ട് നമ്മൾ ചുറ്റിയല്ല, അതിനകത്തോട്ട് ഈ റോസാപ്പൂ ഒന്ന് സെറ്റ് ചെയ്യാം. മുട്ടല്ലാതെ എന്നിട്ട് കുറച്ച് ഉണ്ടാക്കണം. മുട്ടെടുക്കുമ്പോൾ നടുക്ക് വിരിഞ്ഞ് വരുന്നത് പോലെ ഓരോ ഇതൾ വെച്ച് നിങ്ങൾ ഇങ്ങനെ ചുറ്റി കൊടുക്കണം. കാരണം വെൽവെറ്റിൻ്റെ തുണിക്ക് ഇച്ചിരി കട്ടിയുള്ളത് കൊണ്ട് അഴിഞ്ഞു പോകരുത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് അഴുക്ക് പറ്റിയാൽ ഇത് കഴുകിയെടുക്കാനില്ല, നല്ലതുപോലെ കെട്ടിയെടുത്താൽ ഇതുപോലെ ഒന്ന് കെട്ടിയെടുക്കുക.
പ്രത്യേകിച്ച് അത് പഠിക്കേണ്ട കാര്യമില്ലല്ലോ. ഇങ്ങനെ ഒന്ന് ചുറ്റി ടേപ്പ് ചുറ്റി നമ്മളെടുക്കാം. നല്ല ടേപ്പ് ചുറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു ഈ മുട്ട് പോലെയും കൂടെ ഒരെണ്ണമെന്ന് ഉണ്ടാക്കിയേക്കാം. അതിന് കാണാത്തവരുണ്ടെങ്കിൽ കുറച്ച് വേസ്റ്റ് തുണി വെച്ച് ഇതുപോലെ ഒന്ന് ആക്കിയെടുക്കാം. അതും ഒന്ന് ചുറ്റിയെടുക്കാം. ഈ മുട്ട് പോലെ ആക്കിയതെല്ലാം കൂടെ നമുക്കൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഈ വെൽവെറ്റിൻ്റെ മുട്ട് വെച്ച് ഇങ്ങനെ ഒന്ന് സെറ്റ് ചെയ്യാം. ഇച്ചിരി തോനെ ഇരിക്കട്ടെ. അത് പൂ 2 ഉണ്ടാക്കുകയുള്ളൂ, സമയം കിട്ടാത്തതുകൊണ്ട്. ഇതുപോലെ ആക്കിയെടുക്കണം. നമുക്ക് മറ്റേതൊന്ന് ഇതിലിരിക്കട്ടെ. നമുക്ക് ഇതൊന്ന് സെറ്റ് ചെയ്യാം. ഇങ്ങനെ ഒരുപാട് അങ്ങ് വെക്കുമ്പം നല്ല ഭംഗിയാണ്. വെൽവെറ്റിൻ്റെ ആയതുകൊണ്ട് നല്ല രസവുമാണ്. നിറയെ ചുറ്റി എടുക്കണം. ഇനി നമുക്ക് ഈ റോസാപ്പിന് ഈ ഇലയൊന്ന് കൊടുക്കാം. റോസാപ്പൂ വെൽവെറ്റിൻ്റെ റോസാപ്പൂ മുട്ട് ലീഫ്. ഇത് നമുക്കൊരു നല്ലൊരു സ്റ്റാൻഡിൽ ഉറപ്പിച്ചാൽ നല്ല അടിപൊളിയായിരിക്കും. നമുക്ക് സെയിൽ ചെയ്യാനും പറ്റും. കാരണം വെൽവെറ്റിൻ്റെ തുണിയാണ്, എത്ര വർഷം വേണമെങ്കിലും ഇരിക്കും, നരച്ചു പോകത്തൊന്നുമില്ല. നല്ലൊരു ഫ്ലവറാണ്. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഇനി നമുക്കില്ല മുട്ടിനൂടെ ഒരു ലീഫ് പിടിപ്പിച്ചിട്ട് ഞാൻ അതുകൂടെ കാണിക്കാം. ഇത് നമ്മൾ മുട്ടിങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിനൊരു ലീഫ് കൂടെ പിടിപ്പിക്കാം.